വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബിഗ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഈദ് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ബിഗ് എക്സ്പീരിയൻസിന് എത്തിയിരിക്കുകയാണ്. ഹായ്, ഹലോ, ഹായ്. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി കുറെ നാളെ റേഡിയോ ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല പല മേഖലകളിൽ ഞങ്ങൾ കാലെടുത്ത് വെച്ചു. ഡയറക്ഷൻ, ആക്ടിങ്, വാച്ചിങ് എന്നിങ്ങനെ ഒരുപാട് മേഖലകൾ. ഇപ്പൊ എന്നെ ആദ്യം കണ്ട എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത് അടുത്ത സിനിമ ഏതാ എന്നാണ്. ഞങ്ങളപ്പോ ചോദിക്കാറില്ല, കാരണം അത് അവോയ്ഡ് ചെയ്യാറാണ്. പക്ഷേ ജോണോ എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാർ ചോദിക്കുന്നു അടുത്ത ഇനി സിനിമ ഏതാ ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാർ ഇനി അടുത്ത സിനിമ ഏതാ കാണാൻ പോകുന്നത്. ഞങ്ങൾ ഇത്രയും നാളും മലയാള സിനിമയിൽ നൈല അഭിനയിച്ചു, ഞാൻ മലയാള സിനിമ സംവിധാനം ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യും എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു സിനിമയിൽ ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ വെച്ചു. ഓക്കെ, ഡയറക്ടറായിട്ട് ജോണും, അതിൽ നടിയായിട്ട് നൈലയും, പിന്നെ അതിലെ വില്ലനായിട്ട് ഞാൻ, ഹീറോ ആയിട്ട്. അപ്പൊ നമുക്ക് ഇതിലൊരാൾ മിസ്സിംഗ് ഉണ്ടല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു നായകൻ. ഇതിലെല്ലാത്തിലും ഉപരി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഒരു മലയാളം സിനിമയാണ്, ദേവാൻ, ബോളിവുഡ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. ഒരിക്കലുമല്ല. ഞങ്ങൾ ഇനി പോകുന്നത് ഹോളിവുഡ് സിനിമയിലേക്കാണ്. അപ്പൊ പകച്ചുപോയ ബാല്യം മാറ്റി നിർത്തി നമുക്ക് കാലെടുത്ത് വെക്കാല്ലേ. ഹോളിവുഡിലേക്ക് ആദ്യത്തെ കാലെടുത്ത് വെക്കാണ് ഐശ്വര്യമായിട്ട്. എല്ലാം ശുഭമായിരിക്കണേ. ഞങ്ങൾ നന്നായിട്ട് ആക്ട് ചെയ്ത് ഒരു കാലെടുത്ത് വെച്ചപ്പോ തന്നെ ഞങ്ങള് ഹോളിവുഡിലെത്തി. ഇത്രയേ ഉള്ളൂ സ്ഥലം. നമ്മൾ ഹോളിവുഡിലേക്ക് എത്തിപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ ഒരു കാല് വെച്ചതും എത്തും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത പോലെ സിനിമയ്ക്ക് നായികയായി, സംവിധായകനായി, അപ്പോ ഇനി വേണ്ടത് ഒരു ഹീറോ ആണ്. അപ്പൊ ഹോളിവുഡിലെ കുറച്ച് നടന്മാരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് ആലോചിച്ചൊക്കെ, നടി ഞാനാകുമ്പോ ഹീറോ ആരായിരിക്കണം? കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും, കാരണം നടന്മാർ സമ്മതിക്കണമല്ലോ കൂടെ അഭിനയിക്കാൻ. നമുക്ക് ചോദിച്ചു നോക്കാം അവരടുത്ത് ആക്ട് ചെയ്യാൻ തയ്യാറാണോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് പറ്റിയ നായകന്മാരെ ഞാൻ കാണിച്ചു തരാം. വാ, വരൂ. ടോണിയേട്ടാ, ആർ യു റെഡി ടു ആക്ട് വിത്ത് നൈല? അദ്ദേഹം വീട്ടിലേക്ക് പോടാന്നാണ് പറഞ്ഞത്. ചേട്ടാ, ജോൺ ഇസ് ദ ഡയറക്ടർ ഓഫ് ദ മൂവി. അദ്ദേഹം വീട്ടിലേക്ക് ഓടിപ്പോടാന്നാണ് പറഞ്ഞത്. ജോർജ് ക്ലൂണി സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, എന്റെ സിനിമയിലെ നായകനെ ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തു. ലെറ്റ്സ് മീറ്റ് ഹിം. The one and only Dwayne Johnson, The Rock. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറാണോ? അദ്ദേഹം തോക്കെടുത്തു, വേണ്ട. ക്ലൂണി ചേട്ടനും റോക്കും നോ പറഞ്ഞ സ്ഥിതിക്ക് ഹോളിവുഡിലെ എന്റെ നായകനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അത് മറ്റാരുമല്ല, ഹോളിവുഡിലെ ഹാൻകോക്ക് എന്നറിയപ്പെടുന്ന മറ്റാരുമല്ല, ചിരിച്ചുകൊണ്ടിരിക്കുന്ന, എന്നോട് വന്ന് അഭിനയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബില്ലു. അദ്ദേഹത്തിന് ഇതേ എക്സ്പ്രഷൻ ആയിരുന്നു കഴിഞ്ഞ കുറച്ചു നേരമായിട്ട്. ഒന്നുമല്ല, അദ്ദേഹം ഞാനാണ് അഭിനയിക്കുന്നത് കണ്ട് സന്തോഷം സഹിക്കാൻ വയ്യാതെ തുള്ളിച്ചാടിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ എൽട്ടൺ ജോൺ. ഒരു സിനിമയ്ക്ക് ഏറ്റവും നന്നായി വേണ്ടത് നല്ല ഫൈറ്റ് മാസ്റ്റർ ആണ്. എന്റെ സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ മുഹമ്മദ് അലി. ഞങ്ങളുടെ ഡാൻസ് കൊറിയോഗ്രാഫർ മിസ്റ്റർ മൈക്കൽ ജാക്സൺ. പുള്ളിക്കാരൻ മരിച്ചു പോയിട്ട് കുറച്ച് നാളായി. അതിനെന്താ, അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സിനിമയുടെ പ്രൊഡ്യൂസർ കോൻ ബനേഗാ ക്രോർപതി. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ലക്ഷപ്രദം. ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാ പാട്ടും പാടുന്നത് ജസ്റ്റിൻ ബീബർ. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള എന്റെ കഥാപാത്രത്തിലെ 12ാം ക്ലാസ്സിലെ കൂട്ടുകാരി ആഞ്ചലീന ജോലി. കുട്ടിക്ക് വേറൊരു ജോലിയില്ല. മീറ്റ് മൈ അസിസ്റ്റന്റ് ഡയറക്ടർ. വാട്സാപ്പിലുണ്ടോ? നിങ്ങൾ ഒരു പക്ഷെ വിചാരിക്കും ഇതൊരു ന്യൂ ജനറേഷൻ സിനിമയാണെന്ന്. ഇതിനകത്ത് യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഇതിൽ എന്റെ അപ്പൂപ്പനായിട്ട് അഭിനയിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൂപ്പ ഫോൺ വന്നു. Alright, so today's big experience നമ്മൾ എത്തിയിരിക്കുന്നത് ടേസ്റ്റ് ഓഫ് ഫെയിം എന്ന സൺസെറ്റ് മോളിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്ന പ്രതിമകൾ, അതും ഇങ്ങനെ ജീവൻ തുടിക്കുന്ന പ്രതിമകൾ. I have not been to a wax museum, so you guys should tell me how close is it to a wax statue? വാക്സ് മ്യൂസിയത്തിൽ പോകുമ്പോൾ പല സ്റ്റാച്യൂസ് നമ്മൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. ഇത്ര റിയൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ദുബായിൽ ഇത്തരത്തിലൊരു റെസ്റ്റോറൻറ്റിൽ
ഇവിടെ ഇത്രയും നന്നായിട്ട് മനോഹരമായിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. And മാത്രമല്ല, it's not wax, it's made out of rubber. So, you probably should go and give a handshake to one of these shaky. ആൻഡ് റബ്ബർ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒറിജിനാലിറ്റി വളരെ കൂടുതലാണ്. കാരണം ആ സ്കിന്നിന്റെ ടെക്സ്ചറും ഇവൻ അതിലുള്ള രോമങ്ങൾ വരെയും അത്രയും ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പം താടിയൊക്കെ ആണെങ്കിൽ തന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ബ്രില്യന്റ് ആക്ച്വലി. Brilliantly done, like really. ഇങ്ങനെ ഇപ്പം ഇതിനകത്ത് ഇപ്പം മോളിയം ബ്രാൻഡോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചുളുക്കൊക്കെ ഉണ്ടല്ലോ, ആ ചുളുക്കൊക്കെ എന്ത് റിയൽ ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സോ റിയൽ ദാറ്റ് ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ മിക്കവാറും മൈക്കിൾ ജാക്സൺ അല്ലെങ്കിൽ മോളിയം ബ്രാൻഡോ ഞാൻ സ്വപ്നം കാണാം. മൈക്കിൾ ജാക്സന്റെ പേര് സ്വപ്നമായിരിക്കും അത്. പിന്നെ ഇവിടെ എല്ലാ ആക്ടേഴ്സും മാത്രമല്ല, എല്ലാ സെലിബ്രിറ്റീസും ഒക്കെ തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഐൻസ്റ്റീൻ്റെ ആണ് വെച്ചിരിക്കുന്നത് സ്റ്റാച്യു. പിന്നെ അതല്ലാതെ തന്നെ നേരത്തെ നമ്മൾ മെർലിൻ ബ്രാൻഡോ, റോബർട്ട് ഡി നീറോ, ബ്രാഡ് പിറ്റ്, എൽട്ടൺ ജോൺ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഈവൻ സൂപ്പർ ഹീറോസ് വരെ ഉണ്ട് ഇതിനകത്ത്. അവഞ്ചേഴ്സിൽ ആൾക്കാരൊക്കെ തന്നെ, അവഞ്ചേഴ്സിൽ ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക, അതുപോലെ തന്നെ ഹൾക്ക്, എല്ലാ ക്യാരക്ടേഴ്സിനെ ഇവിടെ റിയൽ ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു. ഇത് ആക്ച്വലി ജുമേരയിലെ സൺസെറ്റ് മോളിന്റെ അകത്തുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ആൻഡ് ഈ റെസ്റ്റോറന്റ് ഇസ് ലൈക്ക് വെരി കാം. നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വന്നിരുന്ന് നമുക്ക് ഇറ്റ്സ് ലൈക്ക് എ ഗുഡ് ടൈം പാസ്. And not just that, sometimes ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ദുബായ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് we normally take them to ബുർജ് ഖലീഫ and all that. അവർ ഇൻഫാക്ട് ഇങ്ങനത്തെ വാക്സ് മ്യൂസിയം ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് ചെയ്യും, നമുക്കൊരു ഡിന്നറിന് ഒരു ഹൈ ടീക്കോ പോയാലോ എന്നൊക്കെ പറഞ്ഞ് യു കെൻ കം. It's called confectionery store, so you can come on an evening. You can come sit here. ഇതിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് സീ ആണ്. So beautiful scenery. You can come sit here, have dinner or lunch or tea with some of these famous celebrities, and you can taste fame if you come here. So this is why ഫുഡും ആക്ച്വലി വളരെ നല്ലതാണ്. We are trying to taste some nice fames. Yeah. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഡിഷ് ആണ്. It's called the dynamite prawns. Dynamite prawns. Yeah. ബാക്കിയുള്ളത് നീ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ. സോ നമ്മൾ ഈ റെസ്റ്റോറന്റിൽ വന്നു, നമ്മൾ ഈ റെസ്റ്റോറന്റ് എല്ലാം കണ്ടു, ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ റെസ്റ്റോറന്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി അത് ഇദ്ദേഹത്തിന്റെയാണ്. ഈസ് മിസ്റ്റർ അഹ്മദ്. ഹായ് അഹ്മദ്. Hello sir, how are you? വെരി ഗുഡ് അഹ്മദ്, താങ്ക് യു. Thank you guys. അങ്ങനെ ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള നായകനായി, നായികയായി, ബാക്കി ടെക്നീഷ്യൻസ് ഒക്കെ ആയി ഞങ്ങളുടെ ഷൂട്ടിംഗും കഴിഞ്ഞു. സിനിമ റിലീസായി അപ്പൊ തന്നെ PWD ഞങ്ങളെ വിളിച്ച് 2 ഓസ്കാറാണ് തന്നത് അല്ലേ? ആ ഓസ്കാറാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരെണ്ണം ഇത്, ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. എന്റെ ഓസ്കാറാണിത്. അതായത് 2 ഓസ്കാർ 2 കാറ്റഗറിയാണ്. ഒന്ന് ഇങ്ങനൊരു സിനിമ സംവിധാനം ചെയ്തതിന്, ഇനി മേലാൽ ഒരു സിനിമ സംവിധാനം എന്നാ ചെയ്യാൻ എനിക്ക് ഈ ഓസ്കാർ മതി, സംവിധാനം ചെയ്തതിനുള്ള ഓസ്കാർ. പോരാ, നൈലയുടെ ആക്ടിങ് തീരെ പോരാ. ഞാൻ എന്റെ സിനിമയ്ക്ക് വേണ്ടി മറ്റൊരു നായികയെ കണ്ടുപിടിച്ചു. പക്ഷെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ആ പെൺകുട്ടി ഒരു പ്രതിമയായി പോയി. ഇതൊരു റിയൽ പെൺകുട്ടിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ സിനിമയിലെ നായിക ഈ പെൺകുട്ടിയായിരുന്നു.